എല്ലാവർക്കും ഗുഡ് ഈവനിങ്, ഹാർട്ടി വെൽക്കം ടു കാശ്മീർ. നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഗ്യാതറിംഗിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മളെ സ്വയം എല്ലാവരും നമ്മളൊരു ഗ്രൂപ്പായിട്ടാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ പലരും പല ഭാഗങ്ങളിൽ കേരളത്തിലെ പല ഭാഗങ്ങളിൽ പല കുടുംബങ്ങളിൽ നിന്ന് വരുന്നവരാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മൾ ഒരു ഫാമിലി ആയിട്ട് മുന്നോട്ട് പോകണം ഈ 6 ദിവസം സോറി. അപ്പോൾ എല്ലാവർക്കും പരസ്പരം അറിഞ്ഞിരിക്കാനും അതുപോലെ തന്നെ നാളത്തെ പ്രോഗ്രാമിൽ ഒരു ചെറിയ ബ്രീഫിംഗ് തരാൻ വേണ്ടിയാണ്. നമുക്ക് പറ്റുമെങ്കിൽ എല്ലാ ദിവസവും വൈകുന്നേരം ഡിന്നറുമായിട്ട് ചെറിയൊരു ഗ്യാപ്പിന് അടുത്ത ദിവസത്തെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ എന്റെ പേര് ജോഷി പോൾ, ഞാൻ IRCTC ടൂർ മാനേജറാണ്, IRCTC സ്റ്റാഫാണ്. ഞാൻ തിരുവനന്തപുരം ഏരിയ ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. ഈ പ്രാവശ്യം ഞാൻ ആദ്യമായിട്ടാണ് കൊച്ചി ഗ്രൂപ്പിനോട് ആദ്യമായിട്ടാണ് യാത്ര ചെയ്യുന്നത്. അല്ലെങ്കിൽ സാധാരണ എപ്പോഴും തിരുവനന്തപുരം ടീമിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. ഓക്കെ, എന്റെ സ്ഥലം, എന്റെ വീട് വന്നിട്ട് കാലടി, എയർപോർട്ടിന് അടുത്ത് തന്നെ കാലടി പ്രോപ്പർ മാണിക്യാമംഗലം. സോ ഇത് മിസ്റ്റർ ഗോപി ആൻഡ് മിസ്റ്റർ തൻവീർ, ഇവർ രണ്ടാളും നമ്മുടെ ഇവിടെ ബാക്ക് എൻഡ് കോർഡിനേറ്റർ. അപ്പൊ ഇവരും നമ്മുടെ കൂടെ ഈ 6 ദിവസം ഉണ്ടാവും. നമ്മളെ തിരിച്ച് എയർപോർട്ട് ഡ്രോപ്പ് ചെയ്യണ ഇവരും നമ്മുടെ കൂടെ ഉണ്ടാവും. നമുക്ക് എപ്പോഴും ഓൾവേസ് ബെറ്റർ ടു ഹാവ് എ ലോക്കൽ ഗൈഡ് വിത്ത് us. ഓക്കെ, അപ്പോ നമ്മുടെ ആരെങ്കിലും IRCTC ആദ്യം ആയിട്ട് യാത്ര ചെയ്യുന്നവരുണ്ടോ? ഓക്കെ, ഓൾമോസ്റ്റ്. സോ നമ്മുടെ എന്നെ ഫേസ് ചെയ്തിരുന്നു കേട്ടോ, എന്നെ കാണാവുന്ന രീതിയിൽ. അപ്പോ നമ്മുടെ ഈ സാറിന്റെ വേണു സാർ ഇതും ആക്ച്വലി IRCTC 3ാമത്തെ ട്രിപ്പാണ്. സാറ് ശ്രീലങ്ക പോയിട്ട് അയോധ്യ സാറിന്റെ കൂടെ പറയാൻ സാറ് അയോധ്യ ട്രിപ്പിൽ ഞാനായിരുന്നു ടൂർ മാനേജർ, ശ്രീലങ്ക പോയിട്ട്. ഓക്കെ, അപ്പൊ നിങ്ങള് ഓരോരുത്തരും ഇവിടെ വരിക, നിങ്ങൾ കപ്പിളായിട്ട് വരിക, നിങ്ങൾ പരസ്പരം ഒന്ന് പരിചയപ്പെടുത്തുക, എവിടെ നിന്ന് വരുന്നു, നിങ്ങൾ എന്ത് പ്രൊഫഷനാണ് ചെയ്യുന്നത്, എല്ലാവരും ഒന്ന് പരിചയപ്പെട്ടിരിക്കാനായിട്ട്. ഓക്കെ, സോ ഒരു കുറഞ്ഞ ടൈമിൽ നിങ്ങളെ ഒന്ന് പരിചയപ്പെടും. ഞാൻ ആദ്യമായിട്ട് യാത്ര ചെയ്ത ടൂർ പ്രോഗ്രാം പത്രത്തിൽ കണ്ട വഴിയാണ് ഞാൻ അപ്ലൈ ചെയ്തതും ഇതിൽ ഭാഗമാകാൻ തീരുമാനിച്ചത്. അപ്പോൾ ഏതായാലും നല്ലൊരു ഇതായിട്ട് തോന്നുന്നു. ഇത് എല്ലാവരുമായിട്ട് കണ്ടുമുട്ടാനും കേരളത്തിലെ പല ജില്ലകളിൽ നിന്ന് വരുന്ന എല്ലാവരുമായിട്ട് ഇങ്ങനൊരു സംഭവം വളരെ സന്തോഷം. ഞാൻ പാലക്കാട് ജില്ലയിലെ ചിറ്റൂരാണ് സ്വദേശിയാണ്. ഞാൻ പഞ്ചായത്ത് ഡിപ്പാർട്ട്മെന്റ് റിട്ടയർ ചെയ്ത ഭാര്യ നേരത്തെ കഴിഞ്ഞ മാർച്ചിൽ ഹൈദരാബാദിലേക്ക് ഒരു അത് മാത്രമല്ല, അതിൽ വന്ന ആളുകളുടെ സഹകരണവും കൂടി ഞങ്ങൾക്ക് ഇതിന് വരാനുണ്ട്. കാരണം അത് ജനറൽ എലിസബത്ത് സാമിൽ നിന്നാണ് ഔദ്യോഗിക നാമം, പക്ഷേ വത്സ എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. ഞാൻ വത്സനെ ഭാര്യയായിട്ട് സ്വീകരിച്ചതുകൊണ്ട് ആ പേര് സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. ഷി വാസ് എ ടീച്ചർ. ചെമ്പ് LP സ്കൂളിലായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അധികം വർത്താനം വേണ്ട, ജമീല പറയാം. അതെ, അപ്പൊ അധികാവില്ലല്ലോ, ജമീല പറയാം. ഞാൻ ഉണ്ണികൃഷ്ണൻ, അന്തിക്കാട് സ്വദേശം. അന്തിക്കാടിനെ പെട്ടെന്ന് അറിയപ്പെടുന്ന കാര്യത്തിൽ ഞങ്ങളുടെ നാട്ടിലൊരു നല്ലൊരു സംവിധായകൻ, ഗാനരചയിതാവ്, കലാകാരൻ എല്ലാം കൂടിയായിട്ടുള്ള സംഘടന. ലോകം പണ്ട് ഞങ്ങൾക്ക് വേറെ പ്രശ്നം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ അന്തിക്കാടിന്റെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അന്തിക്കാട് എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാം കണ്ടുകാരും. ഇപ്പൊ ബാംഗ്ലൂരിൽ ഫെയറുണ്ട്, മെഡിക്കൽ ആംസ് ഒക്കെ ഡീൽ ചെയ്യുന്ന ഫെയർ നടത്തണം. നാട് നാട്ടിക, ഹൗസ് വൈഫ്, ഒരു മോൻ ദുബായിലുണ്ട്, മോള് കാനഡയിലാണ്. വൈഫാണ്. പിന്നെ അന്തിക്കാട് വീട്, അന്തിക്കാടുമായിട്ട് ബന്ധപ്പെട്ടുള്ള
അന്തിക്കാടായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു 12 ആൾ കൂടി ഉണ്ട്. എല്ലാവരും അന്തിക്കാട്ട് ബന്ധപ്പെട്ട ഒരു കമ്പനിയിൽ ദുബായിലാണ് ഞാൻ 2 ആളും 40 കൊല്ലമായി. അവിടെ ഒരു 50 കമ്പനിയിൽ ജോലി ചെയ്തു. 40 കൊല്ലമായി അവിടെ ആ കമ്പനിയിൽ തന്നെ ജോലി ചെയ്ത് റിട്ടയർമെന്റായി സ്വന്തം സ്ഥാപനമാണ്, ബിസിനസ് ഉണ്ട്. ഞങ്ങൾക്ക് 2 മക്കളുണ്ട്. അവിടെ ദുബായിൽ വർക്ക് ചെയ്യും. രണ്ട് ഗംഭീര ഗായകന്മാരാണ്. നായികമാരാണോ? ഞങ്ങളിത് പാടിച്ച് തകർത്ത് സാമ്പിള് 2 ലൈൻ. അറിയാമോ? പിന്നെ ഞാൻ ഒമാനിലായിരുന്നു. നാട്ടില് ടൂറിന്റെ വളരെ അപൂർവം പോയിട്ടുള്ളൂ. IRTC ആദ്യമാണ്. എൻ്റെ പേര് വിഷ്ണു, വൈഫിൻ്റെ പേര് രാധിക. ഞങ്ങൾ ട്രിവാൻഡ്രംകാരാണ്. ഞാൻ റിട്ടയർഡ് എഞ്ചിനീയറാണ്. ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടി വിമാനവും ഹെലികോപ്റ്ററും ഉണ്ടാക്കുന്ന HAL ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡിൽ അഡീഷണൽ ജനറൽ മാനേജറായി റിട്ടയറായി. ഇവിടെ താമസം കലൂർ, എറണാകുളം, സ്വദേശം പന്തളം. ഞാൻ 40 വർഷം ഗൾഫിലായിരുന്നു, അബുദാബിയിൽ. 2 മക്കൾ, ഒരാൾ ദുബൈയിൽ, മോളും. അപ്പോൾ കാശ്മീർ അത്യാവശ്യം നല്ല ഇത് നമ്മുടെ ഐഡിയയിൽ നമ്മുടെ മനസ്സിൽ ഇത് തണുപ്പുള്ള സ്ഥലമാണ് അല്ലേ? പക്ഷെ ഇപ്പോ ഡേ ടൈമിൽ അത്യാവശ്യം നല്ല ചൂടുള്ള ക്ലൈമറ്റ് ആണ്. ചിലപ്പോൾ നമുക്ക് യാത്രയുടെ സമയത്ത് വണ്ടിയിലൊക്കെ AC ഉപയോഗിക്കേണ്ടി വരും. രാവിലെയും രാത്രിയും നമ്മളിപ്പോ ഈ അനുഭവിക്കുന്ന ഒരു തണുപ്പുണ്ടാവും. പക്ഷെ ബീങ് സൗത്തിന് നമ്മൾ കുറച്ച് കെയർഫുൾ ആയിരിക്കും. ഓക്കെ, നമ്മൾക്ക് പെട്ടെന്ന് തണുപ്പ് നമ്മുടെ ശരീരത്തിൽ ഫീൽ ചെയ്യില്ല. പക്ഷെ ഈ തണുപ്പ് അടിച്ചാൽ നമുക്ക് പെട്ടെന്ന് അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. തണുപ്പും ഇവിടുത്തെ എൻ്റെ പേര് സംഘടന. ഞാൻ വയനാട് മേപ്പാടി എന്ന സ്ഥലത്താണ് വരുന്നത്. കോഴിക്കോട് നിന്നാണ് ബുക്ക് ചെയ്തത്. ഇവിടെ ക്യാൻസൽ ആയതുകൊണ്ട് ഇവിടെ ചെയ്താണ്. സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് അസിസ്റ്റന്റ് കമ്മീഷണർ ആയിരുന്നു, റിട്ടയർഡ് ആയി. വൈഫ് ഇസ് നോ മോർ. 2 കുട്ടികളാണ്. എൻ്റെ പേര് രേവതി. ഞാനിപ്പം സിനിമയിൽ വർക്ക് ചെയ്യുകയാണ്. DFXലാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ പേര് നന്ദന. ഞാനിപ്പം MSW PG ഫൈനൽ ഇയറാണ്. Chandra, no achievements to my credit. I was a housewife for 50 years. My husband succumbed to cancer about 8 years ago. While he served, he was the head of the Department of School of International Relations, Mahatma Gandhi University. And my daughters, one is settled in Seattle, the second one in Munich. About